അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു. ഫസ്റ്റ് ത്തിന് തന്നെ സ്റ്റോപ്പ് ചെയ്യാലോ നമുക്ക്. എൻ്റെ ഒപ്പം ആ നടൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒരിക്കലും ആ നടനല്ല. ഇത് ഒരു തവണ തട്ടി എന്നിട്ട് അദ്ദേഹം ഓടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം തുറന്നപ്പോഴും ആളെ വിടില്ല. 3ാമത്തെ പ്രാവശ്യം ഇത്രയും വലിയ ക്രൂരമായ പീഡനങ്ങളൊക്കെ സംഘടനയിലാണോ കുഞ്ഞെ പറയേണ്ടത്? അപ്പൊ അവസരം വേണം. ലൈംഗികമായിട്ടുള്ള ചൂഷണം നേരിട്ടു എന്ന് പറഞ്ഞ് പുരുഷന്മാർ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. തൊലി ഉരിഞ്ഞു പോകുന്നത് കേട്ടിട്ട് അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടമായി രാജിവെച്ചിട്ടുണ്ട്. എനിക്ക് താല്പര്യം തോന്നിയില്ല. കാര്യം അവർക്കറിയാലോ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെന്ന് അവർക്ക് വ്യക്തമായി നല്ല ധാരണ. ഇത് തെളിയിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ആളുകൾക്കൊരു രസമാണ് ഇത് വായിക്കുന്നതും. കണ്ടില്ലേ, അടുത്ത ആളിനെ കിട്ടി. ഇത് പുതിയ ആൾ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മൾ മൂവി വേൾഡ് മീഡിയയ്ക്കൊപ്പം ചേരുന്നത് ഡോക്ടർ ആൻഡ് ആക്ട്രസ് ആയിട്ടുള്ള ശിവാനി ഭായ് മാമാണ്. മാം, വെൽക്കം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിന് പിന്നാലെ വന്ന പല തുറന്നു പറച്ചിലുകളാണ്. പലർക്കും അതിനുള്ളൊരു ധൈര്യം കൊടുത്ത ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിനിടയിൽ മാമിൻ്റെ ഒരു പോസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ നല്ലതും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. മോശം കാര്യങ്ങൾ മാത്രമല്ല, മോശം ആളുകൾ മാത്രമല്ല, നല്ല ആളുകളും ഉണ്ട് എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷേ അതിന് പിന്നിൽ മാമിൻ്റെ ഒരു മോശം അനുഭവം ഉണ്ട്. അതെന്തുകൊണ്ട് മാം കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? അതായത് അത് കഴിഞ്ഞൊരു കഥയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അത് കഴിഞ്ഞു. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനത് കംപ്ലൈൻറ്റ് ചെയ്തു. അതവിടെ സോൾവ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്കതിലൊരു പരാതിയൊന്നുമില്ല. പക്ഷേ ഒരു ഭൂരിഭാഗം പേരും നല്ലതാണ് എന്നെനിക്ക് പറയണമെങ്കിൽ എനിക്ക് നടന്ന നല്ല അനുഭവം എനിക്ക് പറയണം. ആ നല്ല അനുഭവം പറയണമെങ്കിൽ അതിലേക്ക് എത്തുന്നത് ഈ മോശം അനുഭവം പറഞ്ഞാലേ എനിക്ക് അതിലേക്ക് എത്തുള്ളൂ. എന്നാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എനിക്ക് എന്താ പറയുക, എന്നെ എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ മോശം അനുഭവം പറഞ്ഞത്. അല്ലാതെ അതിലൊരു പരാതി ഉണ്ടായിട്ടൊന്നുമില്ല. ഓക്കെ, ഇത്തരം ഒരു അനുഭവം നേരിട്ടതിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പം നോക്കിയാൽ സോഷ്യൽ മീഡിയയിലായാലും ചാനലുകളിലായാലും ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് വെച്ചിട്ടായാലും ഒക്കെ ന്യൂസുകൾ വരുന്നുണ്ട്. അത് ശരിക്കും ആ ഒരാളുടെ പേര് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. കാരണം ഈ പറയുന്ന ചാനലുകൾ പറയുന്ന ആള് തന്നെയാണോ മാമിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. അത് മാമിന് മാത്രമേ അറിയുള്ളൂ. അപ്പം വെറുതെ ഒരാളെ കുരിശിലേറ്റുന്ന പോലെ ആവില്ലേ അത്? ചാനലുകളിൽ പറയുന്ന പേര് അത് അവരുടെ ഗസ്സാണ്. ഇന്നതായിരിക്കാം, ഇവർ ഇത്രയും പടമാണ്. എനിക്ക് ആ വലിയ പടങ്ങൾ, ഈ 5 പടങ്ങൾ വലുതെന്ന് പറഞ്ഞാലും ഇടയിൽ ഒരുപാട് ചെറിയ പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ചെറിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരാളെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ കണ്ടായിരുന്നു ഫോട്ടോസ് എല്ലാം വെച്ചിട്ട്, എൻ്റെ ഒപ്പം ആ നടൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒരിക്കലും ആ നടനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോമഡിയിലൂടെ വന്ന നടനാണെങ്കിൽ ഒരിക്കലും ആ നടനല്ല. അത് അനാവശ്യമായൊരു ഗസ്സാണ്. ഞാൻ പറയാത്തടത്തോളം അനാവശ്യമായി ആരുടെയും പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് പരിചയമുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്നു. അയാൾക്ക് എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ആക്ടർ ആയിക്കോട്ടെ. കാര്യം കംപ്ലൈൻറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ പിന്നെ എനിക്ക് ശല്യം ഉണ്ടാവാതിരുന്നത്. ശരി, ആ നടൻ പറഞ്ഞ് എനിക്ക് എന്താ പറയുക, വേഷം, ഒരു സിനിമയിൽ നിന്ന് വേഷം, എന്താ പറയുക, മനുഷ്യരാകുമ്പോഴത്തേക്കും ദേഷ്യവും വിഷമവും വൈരാഗ്യവും എല്ലാം, ആ എല്ലാ ഇമോഷൻസും നമുക്കില്ലേ. ഞാൻ ഒരാൾക്ക് മോശം ചെയ്യില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് ഒരുപാട് വർഷം മുന്നേ നടന്ന കാര്യങ്ങളാണെങ്കിലും ചില നമുക്ക് പ്രേക്ഷകർക്ക്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. കാരണം ഈ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് പോകുന്നില്ല എങ്കിൽ കൂടെ അത്തരം ഒരു അനുഭവം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നുണ്ട്, ആ ഒരു വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 50% അയാളുടെ മുഖത്തിൽ നിന്ന് മനസ്സിലാവും അയാളുടെ ഇൻറ്റൻഷൻ മോശമായിരുന്നോ അല്ലയോ എന്നുള്ളത്. കാരണം അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അയാൾ മേ ബി മദ്യലഹരിയിലായിരുന്നോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പം അയാളുടെ ഇൻറ്റൻഷൻ മോശമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇത് ഒരു തവണ തട്ടി എന്നിട്ട് അദ്ദേഹം ഓടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം തുറന്നപ്പോഴും ആളെ വിടില്ല. 3ാമത്തെ പ്രാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്ത് തുറക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് എന്ത് വികാരം വരേണ്ടത്? ഞെട്ടല്ലേ ഉള്ളൂ, വേറെ ഒരു വികാരം വരത്തില്ലല്ലോ. ഓടാൻ കഴിഞ്ഞില്ല, ആ ഒരു വികാരമല്ലേ വരുള്ളൂ. അതെനിക്കൊരു ശല്യമായി തോന്നി. പിന്നീട് കാര്യം രാത്രി വന്ന് ഇപ്പോൾ എന്താ പറയാ, നമ്മൾ ഉറങ്ങുന്ന സമയമാണ് 12-1 മണി എന്നൊക്കെ പറയുന്നത്. ആ സമയത്തൊന്ന് തട്ടുമ്പോൾ നമുക്കൊരു ശല്യമാണ് തോന്നുന്നത്. ഞങ്ങളത് കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അതിനെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷനോ കാര്യങ്ങളോ നൽകി? ഞങ്ങൾ തിരക്കാൻ പോയില്ല. ഞങ്ങൾ അദ്ദേഹത്തിനോട് എന്താ പറയാ, അദ്ദേഹം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കാനും പോയില്ല. ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ്, ആ ഒരു ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു, മേ ബി അവർ സോൾവ് ചെയ്തിട്ടുണ്ടോ, കാര്യം പിന്നെ ശല്യം ഉണ്ടായില്ല.
അപ്പം മാമും അമ്മയായിരുന്നു അവിടെ, അത് നേരത്തെ അവർക്ക് അറിയാമായിരിക്കണം അല്ലേ? ഡെഫിനറ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ളത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരുപാട് തുറന്നു പറച്ചിലുകൾ വരുന്നുണ്ട്. അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് കമൻറ്റുകളിലായാലും ആളുകളുടെ ടോക്കുന്നായാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പല ആളുകളെയും പേര് പറഞ്ഞുകൊണ്ട് വരുന്നത്, സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ധൈര്യം അവർക്ക് കിട്ടി എന്നുള്ളത് ആസ് ഒരു വുമൺ എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷമാണ്. അപ്പം പക്ഷെ അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി, പക്ഷെ തെളിവില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജെനുവിൻ ഏത് ഫേക്ക് ഏത് എന്നുള്ളത് നമുക്കറിയില്ല. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തിന് എത്രമാത്രം തെളിവുകൾ ഉണ്ടായിരിക്കാം കയ്യിൽ. തെളിവുണ്ടായിരുന്നെങ്കിൽ മുൻപേ ഇത് പുറത്തു വരില്ലായിരുന്നു. പറയാം ഓക്കെ ഇപ്പോഴായിരിക്കും ധൈര്യം കിട്ടിയത്. അപ്പോൾ അത് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം മാത്രമേ ഒരാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ചാനലുകളിലെല്ലാം ഇന്ന ഒരാൾ ഇങ്ങനെ എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അയാളെങ്കിൽ മോശക്കാരനാക്കി ഇതെല്ലാം കാണുന്ന ഒരു ഫാമിലി ഉണ്ട്. അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ നമ്മളിതിനെ വന്ന് കമൻറ്റ് ചെയ്യുന്നു, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു സമയത്ത് പശ്ചാത്തപിക്കും. അയ്യോ അയാൾ കുറ്റക്കാരനല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. ആദ്യം കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ, അതിന് ശേഷം നമുക്ക് ഇതേപോലെ പിച്ച് കീറാം. ഓക്കെ, ഇപ്പം മാമിന് ഉണ്ടായ ഒരു അനുഭവം ഒരുപാട് കാലം മുന്നേ ഉള്ള, പിന്നീടും മലയാള സിനിമയിൽ മാം അധികം നിന്നിട്ടില്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ ആ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് പോയിട്ടുള്ളത്, പിന്നെ സീരിയലുകളും. അപ്പം ആ ഒരു സ്റ്റേജിൽ ഇത്തരം അനുഭവങ്ങളായിരുന്നോ മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണമായിട്ടുള്ളത്? അല്ല, പടം എവിടെ നിന്നാണോ വരുന്നത് നമ്മൾ സേഫ് ആണോ, ഞാൻ ഫസ്റ്റ് നമ്മളെ സേഫ്റ്റി നോക്കും. നമ്മൾ സേഫ് ആണോ, നല്ല പ്രൊഡക്ഷൻ, എന്താ പറയുക, ഇപ്പം എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നല്ല പ്രൊഡക്ഷനോ വലിയ പ്രൊഡക്ഷൻ, അതായത് വലിയ പ്രൊഡക്ഷനോ ചെറിയ പ്രൊഡക്ഷനോ, അത് നല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെലുഗു സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് അപ്പോഴേ പുറത്ത് കിടക്കും. അത്രേ ഉള്ളൂ. അത്ര ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കും ഒരു മറുപടി? കാരണം നമ്മൾ ഒരുപാട് ആളുകളുടെ റിപ്ലൈസ് വരുന്നുണ്ട്. നിഷ സാരംഗ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10 നോ എടുത്ത് ബാഗിലിട്ടിട്ട് പോകണം, ആവശ്യമുള്ളടുത്തത് പറയാം. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. 10 നോ എടുത്ത് ബാഗിലിട്ടിട്ട് തന്നെ പോകണം. 11ാമത്തെ സ്ഥലത്തുനിന്ന് ചിലപ്പോൾ നല്ല അനുഭവം ഉണ്ടായിരിക്കില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഭൂരിഭാഗവും നല്ല ആളുകളാണ്. ഒരു 10-90% പേരും നല്ല ആളുകളാണ്. അപ്പം മോശം വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ നോ പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നോ പറയാം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നോ പറയാം. അപ്പോൾ അതും തണ്ടി നമ്മളൊരു പേഴ്സണൽ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യണം. അത് സംഘടനയിലും കംപ്ലയിൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ദേഹോപദ്രവമാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇപ്പോൾ സംഘടനയിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്താൽ അതിന് വരുന്നൊരു അവർക്ക് ശിക്ഷിക്കാൻ അധികാരമില്ലല്ലോ, അയാളെ മാറ്റി നിർത്താനല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് സംഘടനയിലേക്കാളും നമ്മൾ ഫസ്റ്റ് അത് സംഘടനയിൽ റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ സംഘടനയിൽ ഇല്ലാത്ത ആളുകളില്ലേ, അപ്പോൾ അവരെന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറയുക. പലരും പറയുന്നത് സംഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുന്ന് റിപ്ലേസ് ഒന്നും ഉണ്ടായില്ല, പിന്നീട് പോലീസ് സ്റ്റേഷൻ. ഇത്രയും വലിയ ക്രൂരമായ പീഡനങ്ങളൊക്കെ സംഘടനയിലാണോ കുഞ്ഞെ പറയേണ്ടത്? അല്ലാത്തതും പറഞ്ഞിട്ട് സംഘടനയിലുള്ള ആളാകുമ്പോൾ ഫസ്റ്റ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും, പിന്നീട് അതിനുശേഷം സ്റ്റേഷനിൽ അറിയിക്കണ്ടേ ഇങ്ങനെ അത്രയും മോശം. പിന്നെ ഇരയാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞവരുണ്ട്. പോലീസ് കംപ്ലൈന്റ്സ് കൊടുക്കാൻ പോകുന്ന സമയത്ത് പലരും നേരിടുന്ന ഒരു സാധനമാണ് വേർബൽ. കാരണം നമ്മളിപ്പം ഒരു ബസ്സിൽ ഒരു സ്ത്രീക്ക് ഒരു മോശം അനുഭവം നേരിടാന്നിരിക്കട്ടെ, അതിലുള്ള ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. പറയാം നിങ്ങൾ പുറകിൽ പോയി നിന്നിട്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തിട്ടല്ലേ. പലരും വസ്ത്രധാരണത്തിനെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്പെട്ടു എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ട്. അത്തരം തുറന്നു പറച്ചിലുകളോട് എന്താണ്? 16 പ്രാവശ്യം പീഡിപ്പിച്ചു, പിന്നീട് 16 പ്രാവശ്യം 16 സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെയുള്ള അവസരം വാഗ്ദാനം ചെയ്ത് ഫസ്റ്റ് പീഡനത്തിന് തന്നെ സ്റ്റോപ്പ് ചെയ്യാലോ നമുക്ക്. അപ്പോൾ അവസരം വേണം. അപ്പോൾ ആ അവസരത്തിന് വേണ്ടിയാണ് നിന്ന് കൊടുക്കുന്നത്. ലാസ്റ്റ് അവസരം കിട്ടുന്നില്ല എന്നാകുമ്പോഴത്തേക്കും അല്ലേ ഇത് പറയുന്നത്. നമുക്ക് ആദ്യമേ തന്നെ നോ പറയാതെ എനിക്ക് തൻ്റെ അവസരം ആവശ്യമില്ല എന്ന് പറയാം. എന്തോരം നല്ല ആളുകളുണ്ട് സിനിമ ചെയ്യുന്ന, നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് അവർക്ക് അങ്ങനെയുള്ള സംവിധായകർക്ക് എനിക്ക് സിനിമ മാത്രം ചെയ്താൽ മതി, ഇതിനകത്തുനിന്നുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന 90% സംവിധായകരും 10% ആളുകൾ കാണും. കാര്യം മനുഷ്യർ തന്നെ പല രീതിയാണ്. അതുകൊണ്ട് 10% ആളുകൾ എല്ലായിടത്തും കാണില്ലേ.
നമുക്ക് പലരുടെയും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു നോ പറയാൻ, എനിക്ക് ബാക്കപ്പ് ഉണ്ടെങ്കിലേ എനിക്കൊരു നോ പറയാനുള്ള ധൈര്യം പെട്ടെന്ന് വരുള്ളൂ. എനിക്ക് വേറൊരു ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു സമയത്ത് ഗതികേട് കൊണ്ട് പോകുന്നവർ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവില്ലേ? അവരെ കുറിച്ച് എന്താണ് ഗതികേട് കൊണ്ടുപോകുന്നവർ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ മോള് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ പിന്നെ എന്തിനാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടിയല്ലേ അവരാ പോകുന്നത്. പിന്നെ എപ്പോഴാണ് കംപ്ലൈൻറ്റ് വരുന്നത്? കിട്ടാതാവും. ആ, അപ്പോൾ ഈ നമ്മൾ സ്ത്രീകളെ മാത്രം പറയുമ്പോൾ സ്ത്രീകളിൽ തന്നെ നല്ലതും മോശമായ ആളുകളുണ്ട്, പുരുഷന്മാരിലും നല്ലതും മോശമായ ആളുകളുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീകളും നല്ലതും അല്ല, എല്ലാ സ്ത്രീകളും അല്ല പുരുഷന്മാരും നല്ലതും നമുക്ക് പറയാൻ പറ്റില്ല. പുരുഷന്മാരും ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം കൂടെ പലരുടെയും പേര് തുറന്നു പുരുഷന്മാർ വന്നിട്ടുണ്ട്. അത്തരം മോശമായി ലൈംഗികമായിട്ടുള്ള ചൂഷണം നേരിട്ടു എന്ന് പറഞ്ഞ് പുരുഷന്മാർ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. അത്തരം പ്രതികരണങ്ങളോട് എങ്ങനെയാണ്, എന്താണ് തൊലി ഉരിഞ്ഞു പോകുന്നത് കേട്ടിട്ട്? എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റും. തൊലി ഉരിഞ്ഞു പോകുന്നത്. ഒരുപാട് പേരുകൾ പുറത്ത് വന്നു. നമുക്കറിയാം, ചാനലിലൊക്കെ കാണുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് പെർട്ടിക്കുലർലി എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടെ അവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം എല്ലാവരും തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പുറത്ത് വന്ന കുറച്ച് പേരുകളുള്ള ആളുകളുമായിട്ട് മാം സിനിമകൾ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഒരു സംഭവം വന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സാധനം ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ ഇങ്ങനെ എന്താ പറയുക കൊന്ന് നിൽക്കരുത്. കാര്യം മനസ്സും വിഷമവും എല്ലാം വരുന്ന മനുഷ്യരാണ്. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ വന്ന് ഇത് പറഞ്ഞു, മാക്സിമം ഒരു എന്താ പറയുക, ഇപ്പം ആരോ ആയിക്കോട്ടെ ഒരു നടനെ പറ്റി പറഞ്ഞു, ആ നടനെ എന്തുമാത്രമാണ് ദൂഷിക്കുന്നത്, അയാൾക്കൊരു കുടുംബമുണ്ട്, അങ്ങനെയെങ്കിലും ഒരു ചിന്തയുണ്ട്. പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക, അയാളെ വെച്ചിട്ട് ട്രോളുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ കാണുന്ന അവരുടെ ബന്ധുക്കളുണ്ട്. നമ്മൾ ഒരു സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഫസ്റ്റ് അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ, അതിനുശേഷം നിങ്ങൾ എന്ത് വേണേലും ചെയ്യും. അതുവരെ ഇത്രയും ക്രൂരമായ എന്താ പറയുക ഒരു ഇങ്ങനെയൊന്നും ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഭയങ്കര മോശമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ന്യൂസിൽ കണ്ടു പവർ ഗ്രൂപ്പ്, മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളൊരു സംസാരം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ട് മാമിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന ആരെങ്കിലും ഒരു പവർ ഗ്രൂപ്പിൽ ഒരാളിനെന്ന് പറഞ്ഞു പലരും പല പേരുകൾ പറയുന്നുണ്ട്. ഊഹം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആ പ്രത്യേക ആളുടെ പേരെടുത്ത് നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന പല ആളുകളുടെയും പേര് ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അത് അവർ പറയുന്ന കാര്യമാണ്, അവർക്ക് നേരിട്ട അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളോ ആണ് അവർ പറയുന്നത്. കോടതി പറയുന്നിടം വരെ നമുക്ക് ആ ബഹുമാനം പോവേണ്ട ആവശ്യമില്ല. ആ നടന്റെ മേലെയുള്ള ഫസ്റ്റ് പറയട്ടെ, കോടതി പറയട്ടെ, ഇന്ന ആൾ കുറ്റക്കാരനാണ്, ഇന്ന ആൾ ശരിക്കും ആ സ്ത്രീയെ ഉപദ്രവിച്ചു, മോശമാണ് പറയട്ടെ. പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ബഹുമാനം കളഞ്ഞേക്കാം. അതുവരെ നമ്മളെന്തിനാ ബഹുമാനം കളയുന്നത്? മാമിന് അങ്ങനെ എന്തെങ്കിലും ഒരു പവർ സിനിമേൻ്റെ അകത്തുനിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു പവർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് മാമിന്റെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ചില ആക്ടേഴ്സും അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സും ആ കുട്ടി ആവശ്യമില്ല, അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ചിലർ എൻ്റെ അവസരം നിഷേധിച്ചു. അവസരം നിഷേധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ഒരു സംഘടന എടുത്ത് പോയി പറഞ്ഞ സംഘടനയ്ക്ക് പോയി പറയാൻ പറ്റുമോ? ഒരു ഡയറക്ടറോടോ പ്രൊഡ്യൂസറോ പറയാം നിങ്ങൾ ആ കുട്ടി സിനിമയിൽ അഭിനയിപ്പിച്ച് തന്നെ ആകണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ കാശ് മുടക്കുന്ന പ്രൊഡ്യൂസറുടെയും ആ സിനിമ എന്താ പറയുക സംവിധാനം ചെയ്യുന്ന സംവിധായകൻ്റെതുമാണ് അൾട്ടിമേറ്റ്ലി ആ സിനിമയെന്ന് പറയുന്നത്. അവരുടെ തീരുമാനമാണ് ആരെ വെക്കണം ആരെ വെക്കേണ്ട എന്നുള്ളത്. അവർക്ക് നമ്മളെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വെക്കില്ല. അതിനിപ്പോൾ എന്തെങ്കിലും പരാതിരിക്കാൻ പറ്റുമോ? ഇത് ഗവൺമെൻറ് ജോലിയൊന്നുമല്ല. ആ ക്യാരക്ടറിന് ആപ്റ്റായ ആളുകളെയാണ് അവർ അതിലേക്ക് വെക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സംഘടനയിലുള്ള ഒരുപാട് ആളുകളുടെ പേര് വന്ന സമയത്ത് അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടമായി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ട് രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. മാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? എനിക്ക് താല്പര്യം തോന്നിയില്ല. കാര്യം അവർക്കറിയാലോ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെന്ന് അവർക്ക് വ്യക്തമായി നല്ല ധാരണയുണ്ട്. ആ സ്ഥിതിക്ക് ഇത് തെളിയിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. പിന്നെ എന്തുമാത്രമാണ് ഈ നിങ്ങൾ മീഡിയാസ് എന്തുമാത്രമാണ് ആളുകളെ മോശമായി പറയുന്നത്. ഇരിക്കാൻ തോന്നും ആ സീറ്റിൽ. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വല്ലാണ്ടില്ലേ മാം? ഇപ്പൊ ആളുകൾക്കൊരു രസമാണ് ഇത് വായിക്കുന്നതും. കണ്ടില്ലേ, അടുത്ത ആളിനെ കിട്ടി. ഇത് പുതിയ ആൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അത് ആളുകൾക്ക് രസമാണ് കുറച്ച്. അതായത് അമ്മയ്ക്ക് പ്രാണവേദന, എന്താ പറയുക, മകൾക്ക് വീണവായന, അതാണ് ഇവിടെ നടക്കുന്നത്. വളരെ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. നമ്മൾ ആരാധിച്ചിരുന്ന ആളുകളാണ്.
അവരെയൊക്കെ പറയുമ്പോഴത്തേക്കും ലിമിറ്റ് വിട്ട് പറയരുത്. മാം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഇത്തരം ചൂഷണങ്ങൾ മാത്രമല്ല പല സ്റ്റാർട്ടിങ് ഏജിൽ നേരിട്ടിട്ടുണ്ടാവും. അപ്പം ഇപ്പം ഇനി ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളെടുത്ത് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ നേരിടുവാണെങ്കിൽ? ഞാനൊന്നും നേരിട്ടിട്ടില്ല മോളെ. ഈ ഒരു കഥ തട്ടുന്ന ഒരു പ്രശ്നം അല്ലാണ്ട് വേറെ ഒന്നും നേരിട്ടില്ല. ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വിശാൽ പറഞ്ഞു ചില ഉപ്പുമാ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചെറിയ ചെറിയ എന്താ പറയുക തട്ടിക്കൂട്ട് കമ്പനി, അപ്പം അതുപോലെയുള്ള ആളുകൾ ചിലപ്പോൾ ചോദിച്ചേക്കാമെന്ന് വിശാൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള കമ്പനികൾ. പക്ഷെ ഞാൻ തട്ടിക്കൂട്ടിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ചോദിക്കാനൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ, കാരണം എല്ലാവരും ആരോപണങ്ങളും ഓരോ വ്യക്തിയെയും ക്രൂശിക്കുന്ന സമയത്ത് മാം അതിലൊരു നല്ല കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ മാമിന് ഒരുപാട് സൈബർ അറ്റാക്കും നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ 80% നമ്മൾ അനുകൂലിക്കുന്ന ആളുകളാണ്. ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പക്ഷം ഇരയുടെ കൂടെ നിൽക്കും, ഒരു സൈഡിലുള്ള ആളുകൾ വേട്ടക്കാരനെന്ന് പറഞ്ഞ പദം ഇനി പറയണ്ട. കാര്യം വിധി വരുന്നത് വരെ അവർ വേട്ടക്കാരനോ ഒന്നുമല്ല. ഓക്കെ, ഈ മോശം കമന്റുകൾ മാമിനെ ബാധിക്കാറുണ്ടോ? വിഷമം തോന്നുന്നുണ്ട്. കാര്യം നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്ന ആളാണ്. നമ്മൾ 10 പേർക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പേഴ്സണലി ഒരു പരിചയമില്ലാത്ത ആളുകൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞ 200-ൽ 5 കമൻറ്റാണ് ഞാൻ പറയുന്നത്. ആ 5 കമൻറ്റ് അവർക്കൊരു എന്താ പറയുക, ഒരു സാഡിസ്റ്റിക് പ്ലഷർ അവർക്ക് കിട്ടുന്നുണ്ടാവാം. പക്ഷെ അവരുടെ സംസ്കാരമാണ് അവർ ആ കാണിക്കുന്നത്. അവരുടെ കുടുംബങ്ങളെല്ലാം ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ അവർ കാണുന്നത്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിലാണ് ഇത്തരം ഒരു കമ്മിറ്റി വരുന്നത്, അപ്പം അത് ഭാവിയിൽ അതൊരു ചരിത്രമായി. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിൽ ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിക്കാനോ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ നിന്നാണ് ഇത്തരം ഒരു കമ്മിറ്റി രൂപപ്പെടുന്നത്. അവരുടെ ഒരു ഫൈറ്റിൻ്റെ ജയമല്ലേ ഇത്? ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായതാണ്. അപ്പോൾ അവരുടെ ഒരു വിക്ടറി തന്നെയല്ലേ ഈ ഒരു ഇപ്പം നടക്കുന്ന എല്ലാ ഒരു റെവല്യൂഷൻ ആണെങ്കിൽ പോലും. തമിഴിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ അങ്ങനെ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ഇപ്പോൾ ചിന്മയി. അപ്പം അവർ മീറ്റുവിൻ്റെ സമയത്ത് അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി അവരെ ഉപദ്രവിച്ചു. അതല്ലാണ്ട് തമിഴിലങ്ങനെ ഒരു പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. മാം ഇപ്പം ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ആക്ടിങ് അല്ലാതെ പൊതുപ്രവർത്തനത്തിലും ക്രിക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അതിൻ്റെ ചില പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. എനിക്ക് സമാജ്വാദ് പാർട്ടിയുടെ നാഷണൽ കൾച്ചറൽ വിങ്ങിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾ അതിനെയും ബാധിക്കുന്നില്ലേ? ഇത്തരം പ്രശ്നങ്ങൾ മാം അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന സമയത്ത്, അതിൻ്റെ ഒരു ആളായിട്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ആ ഒരു മേഖലയിൽ ബാധിക്കുന്നില്ലേ? ഇല്ല, അവർ വളരെ കുറച്ച് പേരല്ലേ, സ്ത്രീകൾ അധികം ഇതിനകത്ത് ഇല്ലല്ലോ, മൈനോറിറ്റിയാണ്. പക്ഷെ അവർ എന്താ പറയുക, പൊതുപ്രവർത്തനമാണ്, ആളുകളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഉപദ്രവിക്കില്ലല്ലോ. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ സമാജ്വാദിയുടെ വിങ്ങുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സഖി പോത്തൻ ആണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അഖിലേഷ് യാദവ്ജി അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. ക്രിക്കറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു മാം? ഞാനിപ്പോൾ ദിവ്യാങ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ്, അപ്പോൾ ഇന്ത്യൻ വീൽ ചെയർ ക്രിക്കറ്റ് ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, ഇപ്പം ഞാൻ വന്ന സമയത്ത് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു മാലയുടെ കാര്യം. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. എന്താണ് എല്ലാ ഇൻ്റർവ്യൂസിലും എനിക്കൊന്ന് കമൻറ്റുകളിലും ആളുകൾ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടാവാം എന്താണ് ഈ മാല? എനിക്കറിയാം, പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയില്ല. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു.